വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാള സിനിമയിലെ എവർഗ്രീൻ താരജോഡികളാണ് കാവ്യ മാധവനും ദിലീപും. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, അഴകിയ രാവണൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ച കാവ്യ ആദ്യമായി നായികയായി എത്തുന്നത് ദിലീപിന്റെ കൂടെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലാണ്. തുടർന്ന് പെട്ടെന്ന് തന്നെ കാവ്യയും ദിലീപും മലയാള സിനിമയിലെ താരജോഡികളായി മാറുകയായിരുന്നു. ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പലപ്പോഴും പൊതുവേദികളിൽ ദിലീപും കാവ്യയും ഒന്നിച്ചാണ് എത്തുന്നത്. ഇപ്പോഴിതാ ഇവരുടെ ഏറ്റവും പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത്. ഒരു പൊതു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ദിലീപിനൊപ്പം കാവ്യ മാധവനും വന്നതിന്റെ വീഡിയോയാണ് വൈറലാകുന്നത്. സദസ്സിൽ അടുത്തടുത്തായി ഇരിക്കുന്ന കാവ്യയും ദിലീപും പരസ്പരം തമാശകൾ പറയുന്നതും പൊട്ടിച്ചിരിക്കുന്നതുമൊക്കെ വീഡിയോയിൽ കാണുന്നത്. വേദിയിലെത്തിയ ദിലീപ് സദസ്സിനെ അഭിസംബോധന ചെയ്ത ശേഷം പൊടുന്നനെ സംസാരിക്കാനായി കാവ്യ മാധവനെ ക്ഷണിക്കുകയായിരുന്നു. ദിലീപിന് മുന്നോടിയായി നടൻ രമേഷ് പിഷാരടിയും വേദിയിൽ സംസാരിച്ചിരുന്നു. എന്നാൽ പെട്ടെന്നുള്ള ദിലീപിന്റെ ക്ഷണത്തിൽ പതറുന്ന കാവ്യയുടെ ദൃശ്യങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത്തവണ താൻ ശരിക്കും പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാവ്യ തന്റെ പ്രസംഗം ആരംഭിച്ചത്. സാധാരണ പൊതുപരിപാടികൾക്ക് ഒന്നും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാണ് ദിലീപേട്ടൻ എന്നെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഒടുവിൽ സംസാരിക്കാൻ പറയും. എന്നാലും എപ്പോഴും ഞാൻ രക്ഷപ്പെടാറുണ്ട്. പക്ഷെ ഇത്തവണ പെട്ടുവെന്നാണ് കാവ്യ തമാശാരൂപേണ പറഞ്ഞത്. തനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചും കാവ്യ സംസാരിച്ചിരുന്നു. ഇവരുടെ കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് എന്റെയും മോളുടെയും ആയിരിക്കും. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളല്ല. എപ്പോഴും എനിക്ക് ആരെങ്കിലുമൊക്കെ വേണം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല. ഞങ്ങൾ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ യാത്രകൾ കുറച്ചധികമായി. ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്കും നേരെ തിരിച്ച് ചെന്നൈയിലേക്കുമൊക്കെ പോകേണ്ടി വന്നു. ചിലപ്പോൾ ഒറ്റയ്ക്ക് വരേണ്ടി വരും, മറ്റു ചിലപ്പോൾ മോളുടെ കൂടിയായിരിക്കും. അപ്പോഴൊക്കെ ഇവരുണ്ട് എന്നുള്ളതാണ് വലിയൊരു ആശ്വാസം എന്നാണ് കാവ്യ പറയുന്നത്. ദിലീപിനെയും കാവ്യയെയും ഒരുമിച്ച് ഇത്ര സന്തോഷത്തോടെ വേദിയിൽ കണ്ടതിന്റെ ത്രില്ലിലാണ് ആരാധകർ. നിരവധി ആരാധകരാണ് തങ്ങളുടെ സന്തോഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇരുവരെയും ഇത്ര സന്തോഷത്തോടെ കാണുമ്പോൾ മീശമാധവൻ സിനിമ ഓർമ്മ വരുന്നു എന്നായിരുന്നു ഒരു ആരാധകൻ കമന്റ് ചെയ്തത്. എന്നും ഇതുപോലെ സന്തോഷമായിരിക്കട്ടെ എന്നും ചിലർ പറയുന്നു. എന്നാൽ പതിവ് പോലെ വീഡിയോയ്ക്ക് താഴെ മോശം കമന്റുകളും വരുന്നുണ്ട്. മറ്റുള്ളവരുടെ കുടുംബവും ജീവിതവും നശിപ്പിച്ചിട്ട് എത്ര സന്തോഷിച്ചിട്ട് എന്താ കാര്യം? കാവ്യ വന്നതോടെ ദിലീപിന്റെ ജീവിതം പോയി. മഞ്ജു പോയതോടെ ദിലീപിന്റെ ഐശ്വര്യവും പടിയിറങ്ങിയെന്നും കാവ്യ ദിലീപിന്റെ ഒപ്പമുള്ള വിട്ടൊഴിയാത്ത ശനിദശയാണെന്നും എല്ലാമാണ് ഇവരുടെ വിവാഹത്തോടും കുടുംബജീവിതത്തോടും എതിർപ്പുള്ളവർ കുറിക്കാറുള്ളത്. നിരവധി പേരാണ് കാവ്യയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം വിവാഹശേഷം ഇതുവരെയും കാവ്യ മാധവൻ സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിട്ടില്ല. ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്ന കാവ്യ ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾക്കാണ് ജീവൻ നൽകിയത്. ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടി ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു കാണണമെന്നാണ് മലയാളികളുടെ ആഗ്രഹം.